ഗായ്സ്, എൻ്റെ പേര് ജെഫിൻ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനൽ ഗിയർ ഹെഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ ചാനൽ എന്ന് പറയാൻ നേരത്ത് ഈ എൻജിൻസില്ലേ, കാറിൽ ഉപയോഗിക്കുന്നതും ബൈക്സിൻ്റെ എൻജിൻസും ഇതിൻ്റെ അകത്തുള്ള കമ്പോണൻസും ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇപ്പോൾ ഈ ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻസ് ഇല്ലേ, അപ്പോൾ അതിനെയൊക്കെ പറ്റിയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയാണ് നമ്മൾ ഈ ചാനലിനോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വീഡിയോ ഒരു 4-stroke എൻജിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം 4-stroke എൻജിൻ എന്താണെന്ന് പറയുന്നതിന് മുന്നേ നമ്മുടെ എൻജിൻസിനുള്ള ബേസിക്സ് ആയിട്ടുള്ള കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് അറിയണം. അപ്പോൾ നമുക്ക് അതിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കമ്പോണൻറ്റ് സിലിണ്ടർ. ഇത് കണ്ടു, ഈ ഒരു വോളിയത്തിനാണ് സിലിണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ കൂടെയാണ് പിസ്റ്റൺ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുന്നത്, കമ്പസ്റ്റൻ നടക്കണം, എല്ലാം ഈ ഒരു സിലിണ്ടർ പാർട്ടിലാണ്. അടുത്ത പാർട്ടാണ് പിസ്റ്റൺ. അപ്പോൾ ഈ ഒരു പാർട്ട് ഇതാണ് പിസ്റ്റൺ. ഈ പിസ്റ്റൺ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സിലിണ്ടറിൽ എയർ ഫ്യൂൽ മിക്സ്ചർ കമ്പസ്റ്റൻ ചെയ്ത് എക്സ്പാൻഡ് ആവത്തില്ല, ആ എക്സ്പാൻഡ് ചെയ്യുന്നതിനെ മെക്കാനിക്കൽ വർക്കിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ ഈ പിസ്റ്റൺ ഉപയോഗിക്കുന്നത്. ഈ പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ് ഇതേപോലെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും. അടുത്തത് ഒരു ഹൈലി ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്, അതാണ് കണക്റ്റിംഗ് റോഡ്. ഇതുണ്ടോ, ഈ കണക്റ്റിംഗ് റോഡിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിസ്റ്റൺ എൻജിൻ സിലിണ്ടറിനകത്ത് മൂവ് ചെയ്യുന്നത് ഇതേപോലുള്ളൊരു റെസിപ്രോക്കേറ്റിംഗ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിസ്റ്റൺ ഹെഡ് മുകളിലോട്ടും തറയിലോട്ടും ഇതേപോലെ മൂവ് ചെയ്യും. പക്ഷേ നമുക്ക് പവർ ഔട്ട്പുട്ട് വേണ്ടത് റൊട്ടേഷണൽ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ അത് ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നായിരിക്കും ആ റൊട്ടേഷൻ മൂവ്മെൻറ്റ് ഔട്ട് വരുന്നത്. പക്ഷേ ആ ക്രാങ്ക് ഷാഫ്റ്റിലോട്ട് ആ റൊട്ടേഷൻ മൂവ്മെൻറ്റ് കൊടുക്കുന്നത് ഈ കണക്റ്റിംഗ് റോഡാണ്. അപ്പോൾ കണക്റ്റിംഗ് റോഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിസ്റ്റൺ ഹെഡിൻ്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ അത് കൺവേർട്ട് ചെയ്ത് ഒരു റൊട്ടേഷണൽ മോഷനാക്കി മാറ്റും. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഇൻലെറ്റ് വാൽവും ഔട്ട്ലെറ്റ് വാൽവും. നമ്മൾ ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന പാർട്ടാണ് ഇൻലെറ്റ് വാൽവ്. ഇൻലെറ്റ് വാൽവാണ് ഓപ്പണായിട്ട് എൻജിനിലോട്ട് ഫ്രഷ് എയർ ഫ്യൂൽ മിക്സറിനെ കടത്തിവിടുന്നത്. എന്നിട്ട് ഇത് ക്ലോസ് ആകും. പിന്നെ കമ്പസ്റ്റൻ കഴിഞ്ഞിട്ട് ഈ ഇവിടെ ഉണ്ടാകുന്ന ബാക്കിയുള്ള എക്സോസ്റ്റ്, ഈ റെസിഡ്യൂൽ ഗ്യാസസ് ഇല്ലേ, ഇതിനെ പുറത്തോട്ട് വിടാനാണ് ഈ എക്സോസ്റ്റ് വാൽവ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ എക്സോസ്റ്റ് സ്ട്രോക്ക് ആകാൻ നേരത്ത് എക്സോസ്റ്റ് വാൽവ് താഴ്ന്ന് ഇവിടെയുള്ള എക്സോസ്റ്റ് ഗ്യാസ് എല്ലാം ഇതുവഴി പുറത്തോട്ട് പോകും. അടുത്ത ഒരു ചെറിയൊരു പാർട്ട്, ഈ ഹൈലൈറ്റ് ചെയ്യുന്ന പാർട്ടിൻ്റെ പേരാണ് സ്പാർക്ക് പ്ലഗ്. ഇത് നമ്മുടെ എല്ലാ എൻജിൻസിനും യൂസ് ചെയ്യില്ല. സ്പാർക്ക് ഇഗ്നിഷൻ എൻജിൻസ്, നമ്മുടെ ഈ പെട്രോൾ എൻജിൻസിലൊക്കെ യൂസ് ചെയ്യുന്നൊരു പാർട്ടാണ്. ഈ സ്പാർക്ക് പ്ലഗ് ആണ് നമ്മുടെ എയർ ഫ്യൂൽ മിക്സ്ചറിനെ കമ്പസ്റ്റൻ നടക്കണമല്ലോ, കത്തണമല്ലോ. അപ്പോൾ അതിനുള്ള ഫസ്റ്റ് സ്പാർക്ക് കൊടുക്കുന്നത് ഈ സ്പാർക്ക് പ്ലഗ് ആണ്. അങ്ങനെയാണ് കമ്പസ്റ്റൻ നടക്കുന്നത് പെട്രോൾ എൻജിൻസിൽ. ഓക്കെ, നമുക്കിനി ഒരു 4-stroke എൻജിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് കാണാം. ഫസ്റ്റ് സ്ട്രോക്ക് അഥവാ ഇൻടേക്ക് സ്ട്രോക്ക്. ഓക്കെ, ഇൻടേക്ക് സ്ട്രോക്കിൽ സംഭവിക്കുന്നത് ഇവിടെയുള്ള ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആകും. ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആയിട്ട് ഫ്രഷ് എയർ ഫ്യൂൽ മിക്സ്ചർ നമ്മുടെ ഈ സിലിണ്ടറിലോട്ട് കയറും. ഇത് കഴിഞ്ഞിട്ടാണ് അടുത്ത സ്ട്രോക്ക് വരുന്നത്, രണ്ടാമത്തെ സ്ട്രോക്ക്. ഈ സ്ട്രോക്കാണ് കംപ്രഷൻ സ്ട്രോക്ക്. അപ്പോൾ ഈ കംപ്രഷൻ സ്ട്രോക്ക് നടക്കുന്ന സമയത്ത് ഇൻലെറ്റ് വാൽവും ഔട്ട്ലെറ്റ് വാൽവും ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ള എയർ ഫ്യൂൽ മിക്സ്ചറിനെ ഇനി നമ്മളിങ്ങനെ കംപ്രസ് ചെയ്യും. അതിൻ്റെ വോളിയം കുറച്ച് കൊണ്ടുവന്ന് ഒരു ഹൈലി കംപ്രസ്ഡ് സ്റ്റേറ്റിലായിരിക്കാൻ നേരത്ത് സ്ട്രോക്കാണ് പവർ സ്ട്രോക്ക്. ഈ പവർ സ്ട്രോക്ക് നടക്കാൻ നേരത്ത് സ്പാർക്ക് പ്ലഗ് ഫയർ ചെയ്യും. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന എയർ ഫ്യൂൽ മിക്സ്ചർ കമ്പസ്റ്റൻ നടക്കും, എന്നിട്ട് എക്സ്പാൻഡ് ചെയ്യും. ആ എക്സ്പാൻഡ് ചെയ്യുന്നതാണ് പിസ്റ്റനെ തറയിലോട്ട് ഡ്രൈവ് ചെയ്യുന്നത്. എന്നിട്ട് പിസ്റ്റൻ മാക്സിമം തറയിൽ എത്തിക്കഴിഞ്ഞ് കമ്പസ്റ്റൻ നടന്നു കഴിഞ്ഞതിന് ശേഷം എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആകും. ഈ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആയതിനു ശേഷം എക്സോസ്റ്റ് ഗ്യാസ് പുറത്തോട്ട് വിടും. എന്നിട്ട് പിന്നെയും ഇൻടേക്ക്, എന്നിട്ട് കംപ്രഷൻ, പിന്നെ കമ്പസ്റ്റൻ, അത് കഴിഞ്ഞിട്ട് എക്സോസ്റ്റ് സ്ട്രോക്ക്. ഇതാണ് നമ്മുടെ 4-stroke എൻജിൻസിലെ 4 പ്രൊസീജിയേഴ്സ്, 4 സ്ട്രോക്സ് നടക്കുന്ന ഇൻടേക്ക്, കംപ്രഷൻ, കമ്പസ്റ്റൻ, എക്സോസ്റ്റ്.
ഈ 4 സൈക്കിളും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ എൻജിനിൽ നിന്ന് പവർ പുറത്തോട്ട് നമുക്ക് എടുക്കാൻ പറ്റും, റൊട്ടേഷണലായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ